നമ്മുടെ യുവതലമുറ നശിക്കരുത്, നമ്മുടെ മക്കൾ നശിക്കരുത്. മക്കൾക്ക് ദൈവവചനം കൊടുക്കുക. പുല്ലുവാടും, പൂവ് ഉതിർന്നു പോവും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവനോ ഒരു നാളും നശിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടി വരാൻ സാധ്യമാക്കി തീർത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2-3 പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിൽ അവനുണ്ട്. അവൻ നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് അവനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അതിൻ്റെ മധ്യസ്ഥാനത്തായിട്ട് അവൻ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് പ്രശ്നമാണെങ്കിലും ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അവനോട് പറയുക. അവന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമേ ഇല്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് ഒരു ജീവയാണ്. താങ്ക് യു സിസ്റ്റർ ജീവ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഴുതി നൽകിയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തൻ്റെ ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എല്ലാവിധ തർക്കങ്ങൾ, അത് പല മേഖലകളിലുള്ള തർക്കങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ പോഡ്കാസ്റ്റ്, നമുക്ക് ഓപ്പൺ ടോക്ക് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ സത്യം പറയട്ടെ എന്ന രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എൻ്റെ വിശ്വാസമനുസരിച്ച് ഇന്ന് വൈകുന്നേരം വീണ്ടും നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റോട് ലഭിക്കും. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും അത് കാണുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ അടുത്ത വെള്ളി ശനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഏപ്രിൽ 3-4 ദുഃഖ വെള്ളിയാഴ്ച, അതായത് നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുകയാണ് വെള്ളിയാഴ്ച. അതോടൊപ്പം തന്നെ ശനിയാഴ്ച നമുക്ക് ദ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന പേരിൽ അതിശക്തമായിട്ടുള്ള മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുകയാണ്. ഏപ്രിൽ മാസം മുഴുവൻ മീറ്റിങ്ങുകളാണ് കേട്ടോ. അതോടൊപ്പം കൊച്ചിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു VBS നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 16, 17 ഈ 2 തീയതികളിലായിട്ട് നമ്മുടെ ടീൻസിന്, കൗമാരപ്രായക്കാർക്ക് വേണ്ടി മാത്രമുള്ള അതിശക്തമായിട്ടുള്ള ഒരു ക്യാമ്പ് നടക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, അത് രജിസ്റ്റർ ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവരും രജിസ്റ്റർ ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു യോഗ്യതയും എന്നിലില്ലാതെ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. ഒരു യോഗ്യതയും എന്നിലില്ലാതെ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. എന്നെ കരുതിയവൻ സ്നേഹമേ, ദയയാ നിത്യദയയാ എന്നെ നടത്തിയ കാരുണ്യമേ, കൃപയാ ദൈവകൃപയാ എന്നെ കരുതിയവൻ സ്നേഹമേ, ദയയാ നിത്യദയയാ എന്നെ നടത്തിയ കാരുണ്യമേ. ഇത്രമേ എന്നെ സ്നേഹിപ്പാൻ, ഇത്രമേ എന്നെ കരുതാൻ, ഇത്രമേ സ്നേഹിപ്പാൻ, ഇത്രമേ കരുതാൻ. ഒരു യോഗ്യതയും എന്നിലില്ലാതെ, ഒരു ശ്രേഷ്ഠതയും
വെൽക്കം ബാക്ക്. ഇന്ന് മാർച്ച് 27 വെള്ളിയാഴ്ച. ഡിവോഷൻ ഡയറിയിലെ ആ പേജ് എടുക്കുക. നിങ്ങൾക്ക് ഈ റിബൺ ഉപയോഗിക്കാം, ഓരോ ദിവസത്തെയും മറിച്ച് അവിടെ ബുക്ക് മാർക്ക് പോലെ വയ്ക്കാൻ. ഫോക്കസ് വേർഡ് എക്സലൻസ്, ഉത്കൃഷ്ടത, ശ്രേഷ്ഠത. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാം. ആ വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. നൗ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനമാണ് ഫോക്കസ് വേർഡ്സ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. whatever is true, whatever is noble, whatever is right, whatever is pure, whatever is lovely, whatever is admirable, if anything is excellent or praiseworthy, think about such things. അതാണ് വചനം. നീണ്ട വചനമാണ്. അവിടെ മലയാളം നിങ്ങൾക്കൊരു പക്ഷേ സ്ക്രീനിൽ കാണാൻ കഴിയും. സത്യമായതൊക്കെയും കുലീനമായതൊക്കെയും ശരിയായതൊക്കെയും ശരിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും പ്രശംസാർഹമായതൊക്കെ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് ഇഫ് എനിത്തിങ് ഈസ് എക്സലൻ്റ് ഓർ പ്രൈസ്വർത്തി, ഉത്കൃഷ്ടമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്. തിങ്ക് അബൌട്ട് സച്ച് തിങ്സ്. അങ്ങനെയുള്ളത് ചിന്തിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ സൺഡേ മെസ്സേജുകളിലൊക്കെ ഞാനിത് സംസാരിച്ചൊരു കാര്യമാണ്. ചിന്തകൾ മാറുമെങ്കിൽ മാത്രമേ ജീവിതം മാറുകയുള്ളൂ. ഒരു വ്യക്തി എങ്ങനെ മാറ്റിയെടുക്കാം? ആദ്യം മാറേണ്ടത് അയാളുടെ ചിന്തയാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുക. ഇയാളെ ജിമ്മിൽ വിടാം, ഇയാളെ ഫിറ്റ്നസ് ക്ലബ്ബിൽ വിടാം, ഏതെങ്കിലും ഒരു ജിംനേഷ്യത്തിൽ ചെന്ന് പ്ലാറ്റിനം മെമ്പർഷിപ്പ് അങ്ങ് എടുപ്പിച്ചാൽ ഇയാളുടെ ജീവിതം മാറും. അയാളുടെ ബോഡിയുടെ ഷേപ്പ് മാറുമായിരിക്കാം, പക്ഷേ അയാളുടെ ലൈഫ് മാറണമെങ്കിൽ ബോഡിയിലല്ല, എക്സർസൈസിലല്ലാതിരിക്കുന്നത്, വെയിറ്റ് എടുക്കുന്നതിലല്ലാതിരിക്കുന്നത്, പലതരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതിലല്ലാതിരിക്കുന്നത്, എവിടെ മാറണം? ചിന്തകളിൽ മാറ്റം വരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ആദ്യം മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കർത്താവെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അയ്യോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന ആ പ്രക്രിയയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ഞാൻ ഈ ഞായറാഴ്ച മെസ്സേജുകളിൽ പറഞ്ഞു. കാരണം മാനസാന്തരം എന്ന മനസ്സിൻ്റെ അന്തരം, മനസ്സിൻ്റെ മാറ്റം എന്നാണ് ജനറൽ മീനിങ്. ഓഫ് കോഴ്സ് പാപത്തെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് ഉപേക്ഷിച്ച് മറ്റൊരു വഴിയിലേക്ക് തിരിക്കുന്നത് മനസ്സിന് വരുന്ന അന്തരമാണ്. പക്ഷെ ആ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് വരുന്നൊരു അനുതാപവും കരച്ചിലും അത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഈ മാറ്റം നടന്നുകൊണ്ടേയിരിക്കണം മൈൻഡിൽ. അതാണ് റോമാലേഖനം 12:1-2 വചനങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ബി ട്രാൻസ്ഫോംഡ് എന്നാണ്. രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് മെറ്റനോയ. മെറ്റനോയ എന്ന വാക്കിൻ്റെ അർത്ഥം ചേഞ്ച് ഓഫ് മൈൻഡ്, ചേഞ്ച് ഓഫ് ദ വേ യു ആർ വ്യൂയിങ് തിങ്സ്, ചേഞ്ചിങ് ഓഫ് വേൾഡ് വ്യൂ. അതാണ് അതിൻ്റെ അർത്ഥം, മനസ്സിന് വരുത്തുന്ന മാറ്റം. അപ്പോൾ തിങ്കിങ്ങിലാണ് തുടങ്ങുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. സോ ഡെക്ലറേഷൻ, എക്സലൻസ് മാർക്സ് എവ്രിതിങ് ഐ ബിൽഡ്. ഞാൻ പണിയുന്നതിലെല്ലാം ശ്രേഷ്ഠത, ഉത്കൃഷ്ടത ഉണ്ടായിരിക്കും. സോ ഐ സെർവ് ദ ലോർഡ് വിത്ത് മൈ ബെസ്റ്റ് എഫേർട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഞാൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചും ഏറ്റവും നല്ല മനോഭാവത്തോടെയും ഞാൻ ദൈവത്തെ സേവിക്കും. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് വായിക്കണേ. സോ എക്സലൻസിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നമ്പർ 1, എക്സലൻസ് ബിഗിൻസ് ഇൻ ദ മൈൻഡ്. എവിടെയാണ് എക്സലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻ ദ മൈൻഡ്. മനസ്സിലാണ് ഉത്കൃഷ്ടത, ശ്രേഷ്ഠത ആരംഭിക്കുന്നത്. Paul begins with what we think about. അപ്പോൾ ആ സൺഡേ മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, തിങ്ക് വാട്ട് യു തിങ്ക്. എന്താണ് ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കാൻ. അപ്പോഴാണ് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു? അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ നാളുകളിൽ. നാളെ ഞാൻ എന്തായി തീരും? ഇന്ന് ഞാൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറും.
ദിസ് ഇസ് വെരി ക്ലിയർ. സോ എക്സലൻസ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ആക്ഷൻസ്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഈ ശ്രേഷ്ഠത ആരംഭിക്കുന്നത്. അല്ല, ശ്രേഷ്ഠത ആരംഭിക്കുന്നത് പ്രവൃത്തിയിലല്ല, ചിന്തകളിലാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് അവർ തോട്ട്സ്. ചിന്തകളുടെ ഗുണമേന്മ. കേൾക്കുന്നുണ്ടോ? ക്വാളിറ്റി ഉള്ള ചിന്തകളും ക്വാളിറ്റി ഇല്ലാത്ത ചിന്തകളും നമ്മുടെ അകത്ത് വരും. ഞാൻ ആ ദിവസം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ സാധാരണ പറയുന്നൊരു കാര്യമാണ്. അവർ മൈൻഡ് ഈസ് എ തോട്ട് ഫാക്ടറി. ഈ എറണാകുളത്ത് മോഡേൺ ബ്രെഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അപ്പോൾ ചെറുപ്പകാലം മുതൽ അവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പേര് തന്നെ മോഡേൺ ബ്രെഡ് എന്ന് പലപ്പോഴും ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ചെറുപ്പകാലത്ത് ബസ്സിനൊക്കെ, പ്രൈവറ്റ് ബസ്സിനൊക്കെ പോകുമ്പോൾ ആ ഭാഗത്ത് മോഡേൺ ബ്രെഡിൻ്റെ അവിടെ എത്തുമ്പോൾ നല്ല സ്മെല്ല് വരും. ബ്രെഡ് ഫാക്ടറിയുടെ, മോഡേൺ ബ്രെഡിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് ആ ഭാഗത്തുണ്ടായിരിക്കും. അപ്പോൾ അറിയാം, ഓ മോഡേൺ ബ്രെഡ് എത്തി. അതൊരു ഫാക്ടറിയാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് റൊട്ടിയാണ്. അനേക വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇപ്പോഴും ഉണ്ട് അവിടെ മോഡേൺ ബ്രെഡ്. നമ്മുടെ വലിയ മീറ്റിങ്ങുകൾക്കൊക്കെ അവിടെ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിൽ ബ്രെഡ്, ബണ്ണൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് നമ്മുടെ ബ്ലെസ്സിങ് ബ്രെഡ് മീറ്റിങ്ങുകളിൽ. അപ്പോൾ അവിടുത്തെ ഉൽപ്പന്നം ബ്രെഡാണെങ്കിൽ ഇവിടുത്തെ ഉൽപ്പന്നം ചിന്തകളാണ്. ആ ചിന്തകൾ, ചീത്ത ചിന്തകളുണ്ടാകും, ദൂഷിച്ച ചിന്തകളുണ്ടാകും, നെഗറ്റീവ് ചിന്തകളുണ്ടാകും, നിരാശയുടെ ചിന്തകളുണ്ടാകും, മരണചിന്തകളുണ്ടാകും, ആത്മഹത്യയുടെ ചിന്തകൾ വരും, ദേഷ്യത്തിൻ്റെ ചിന്തകൾ വരും, ലസ്ഫുൾ തോട്ട്സ് വരാം. ഇതെല്ലാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ പൗലോസ് പറയുന്നത് ആ ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ 5-8 കാര്യങ്ങളുണ്ട് അവിടെ. 5-8 കാര്യങ്ങളോളം നമ്മളിപ്പോൾ പറഞ്ഞു ഫിലിപ്പ് ലേഖനം 4:8. അങ്ങനെയുള്ള ഉത്കൃഷ്ടമായ ക്വാളിറ്റിയുള്ള ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യുക മൈൻഡിൽ നിന്നും. അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം രക്ഷിക്കപ്പെടണം. സേവ്ഡ് മൈൻഡും അൺസേവ്ഡ് മൈൻഡിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചു. എനിവേ, ചില വചനങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിനു മുമ്പ് വെൻ ദ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് ട്രൂത്ത് ആൻഡ് പ്യൂരിറ്റി, ലൈഫ് നാച്ചുറലി മൂവ്സ് ടുവേർഡ് എക്സലൻസ്. അതായത് സത്യമായത് ചിന്തിക്കുമ്പോൾ, നിർമ്മലമായത് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം ഉത്കൃഷ്ടതയിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാതെ ഉത്കൃഷ്ടമായതിലേക്ക് നമ്മുടെ ജീവിതം ഉയരാൻ തുടങ്ങും. റോമലേഖനം 12:2 ഞാൻ നേരത്തെ പറഞ്ഞു, ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. ഈ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ മാറ്റണമെന്നാണ് ഈ പറഞ്ഞത്. സദൃശ്യവാക്യങ്ങൾ 23:7 ഇങ്ങനെ കണക്ട് ചെയ്തപ്പോഴും സംസാരിക്കുന്നൊരു ഭാഗമാണ്. ആസ് എ പേഴ്സൺ തിങ്സ് ഇൻ ഹിസ് ഹാർട്ട്, സോ ഈസ് ഹീ. ഒരു മനുഷ്യൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്താണോ അതാണ് ആ വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തി അതാണ് അയാളുടെ ബീയിങ്, അതാണ് അയാളുടെ എസൻസ്. 2 Corinthians 10:5 ടേക്ക് എവ്രി തോട്ട് ക്യാപ്റ്റീവ് ടു മേക്ക് ഇറ്റ് ഒബീഡിയൻറ്റ് ടു ക്രൈസ്റ്റ്. എല്ലാ ചിന്തകളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന്, അനുസരണത്തിനായി പിടിച്ചടക്കണം. അപ്പം അന്ന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ ബ്രിക്ക് അപ്പോൺ ബ്രിക്ക്, ഓരോ ഇഷ്ടിയുടെ മുകളിൽ ഓരോ ഇഷ്ടി വെച്ചാണ് ഒരു മതിലുണ്ടാക്കുന്നത്. ഈ അനേകം മതിലുകൾ ചുറ്റും വളച്ച് കെട്ടിക്കഴിയുമ്പോൾ ഒരു ഫോർട്രസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് പൊളിക്കാൻ ഈ ചീത്ത കോട്ടകൾ, അഥവാ ഈവിൾ സ്ട്രോങ് ഹോൾസ്, പൈശാചിക കോട്ടകൾ ഇടിക്കാൻ ഏറ്റവും നല്ലതെന്താണ്? പണിത് തുടങ്ങുമ്പോൾ തന്നെ ഇഷ്ടികൾ എടുത്ത് മാറ്റുക, ഓരോന്നെടുത്ത് മാറ്റുക. ഇല്ലെങ്കിൽ മതിൽ പൊളിക്കേണ്ടി വരും. അല്ലെങ്കിൽ കോട്ട മൊത്തം പൊളിക്കാനായിട്ട് സാധാരണ പണിക്കാരൊന്നും പോരാതെ ഒരു വലിയ ബുൾഡോസറുകൾ, മിതിവണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് പീരങ്കിയൊക്കെ കൊണ്ടുവന്ന് ഇടിക്കേണ്ടി വരും. അത് ടഫറായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഓരോ ചിന്തകൾ ഓരോന്നായി ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചടക്കണം. ദ മൈൻഡ് ഈസ് ദ വർക്ക്ഷോപ്പ് വേർ എക്സലൻസ് ഈസ് ഫസ്റ്റ് ഫോംഡ്. ഈ മനസ്സിൻ്റെ പണിപ്പുരയിലാണ് ആദ്യമായി ഉത്കൃഷ്ടത രൂപപ്പെടുന്നത്. റൈറ്റ് തിങ്കിങ് പ്രൊഡ്യൂസസ് എക്സലൻറ്റ് ഔട്ട്കംസ്. ശരിയായ ചിന്തകൾ
ഏറ്റവും ഉത്കൃഷ്ടമായ റിസൾട്ടിനെ കൊണ്ടുവരും. നമ്പർ 2, എക്സലൻസ് ഫോക്കസസ് ഓൺ വാട്ട് ഈസ് നോബിൾ ആൻഡ് പ്യുവർ. ഉത്കൃഷ്ടതയുടെ പ്രത്യേകത അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏറ്റവും കുലീനമായതും ഏറ്റവും നിർമ്മലമായതുമായ കാര്യങ്ങളിലാണ്. Paul lists qualities that elevate the soul. നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊക്കെ പിടിച്ചുയർത്തുന്ന ചില ക്വാളിറ്റീസ് അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ട്രൂ, നോബിൾ, റൈറ്റ്, പ്യുവർ, ലവ്ലി, അഡ്മയറബിൾ. എൻ്റെ മലയാളം നോക്കുക. സത്യമായത്, നിർമ്മലമായത്, ശരിയായത്, അങ്ങനെ ശുദ്ധമായ, അങ്ങനെ കുറേ കാര്യങ്ങൾ, രമ്യമായത്, പ്രശംസാർഹമായത്, ഇതൊക്കെ പറയുന്നുണ്ട്. എക്സലൻസ് ഗ്രോസ് വെയർ our attention is directed toward what is good and honorable. അപ്പോൾ ഉത്കൃഷ്ടത വളരുന്നത് എവിടെയാണ്? നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട്? ഏറ്റവും നല്ലതും ഏറ്റവും മാന്യമായതുമായതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോഴാണിത് സംഭവിക്കുന്നത്. ഞാൻ ഇത് കേൾക്കുന്ന പല പ്രായത്തിലുള്ളവർ കാണും, യുവതിയുവാക്കന്മാർ കാണും, ബാല്യക്കാർ കാണും, മുതിർന്നവർ കാണും. നിങ്ങൾ ആരാണെങ്കിലും ഞാൻ ചോദിക്കുവാണ്, ജീവിതത്തിൽ എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ഇവിടെ പണിയാൻ തുടങ്ങുക. നമ്മുടെ ചിന്തകളിൽ ഉത്കൃഷ്ടമായി ചിന്തിക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വായിക്കുമ്പോൾ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്, നോട്ട് ഓൺ എർത്ത്ലി തിങ്സ്. ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. 119-ാം സങ്കീർത്തനം 9-ാമത്തെ വചനത്തിൽ ഹൗ കൻ എ യങ് പേഴ്സൺ സ്റ്റേ ഓൺ ദ പാത്ത് ഓഫ് പ്യൂരിറ്റി. ഒരു യുവാവിന്, ഒരു ബാല്യക്കാരന്, ഒരു ചെറുപ്പക്കാരന് എങ്ങനെ തൻ്റെ വഴികൾ നിർമ്മലമാക്കാൻ, ശുദ്ധമാക്കാൻ കഴിയും? ബൈ ലിവിങ് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. ദൈവവചനപ്രകാരം ജീവിക്കുന്നതിനാൽ തന്നെ. ചെറുപ്പക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ വഴിതെറ്റാൻ സാധ്യതയുള്ളതായി പറയപ്പെടും. ആർക്ക് വേണമെങ്കിലും വഴിതെറ്റാം. എങ്കിലും യൗവനകാലം ഒരു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലമാണ്. ഒത്തിരി തെറ്റുകളിൽ വീഴാൻ, അപക്വമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സാധ്യതയുള്ള ഒരു കാലമാണ്. പണ്ടാരോ പറഞ്ഞ് യൗവനം ഒരു വലിയ വനമാണെന്ന് പറയും. യൗവനം ഒരു വലിയ വനമാണ്. ഒത്തിരി പേര് ആ വനത്തിൽ കൂടെ പോയി ചിലരൊക്കെ ഷേപ്പ് മാറി തകർന്ന് തരിപ്പണമായി പുറത്തു വരും. ചിലരൊക്കെ ആ വനത്തിൽ നിന്ന് പുറത്തു വരാറില്ല. അതിൻ്റെ അർത്ഥം യൗവനമാകുന്ന വനത്തിൽ ചിലരൊക്കെ അവിടെ വെച്ച് തന്നെ ബൈക്ക് ആക്സിഡൻറ്റിലും ആവശ്യമില്ലാത്ത അടിപിടി കേസുകളിലും ഡ്രഗ്സിലും ഒക്കെ പോയി നശിക്കുന്നു. നമ്മുടെ യുവതലമുറ നശിക്കരുത്, നമ്മുടെ മക്കൾ നശിക്കരുത്. അപ്പം അതിനെന്താണ് ഏറ്റവും നല്ലത്? ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയുകയാണ്, മക്കൾക്ക് വേണ്ടി ഒത്തിരി മാതാപിതാക്കൾ രാവും പകലും അധ്വാനിക്കുന്നവരാണ്. സാധാരണ നോർമലി എല്ലാ മാതാപിതാക്കൾക്കും ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ടാണ്. എനിക്കോ ഒത്തിരി ഒന്നും പറ്റിയില്ല, എൻ്റെ മക്കളായിട്ടെങ്കിലും. അതാണ് എല്ലാ മാതാപിതാക്കളുടെ അകത്തുള്ള ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നു. മാതാപിതാക്കൾ എന്ന രീതിയിൽ അത് വേണം. എന്നാൽ അതിനേക്കാൾ വലുതാണ് മക്കൾക്ക് ദൈവവചനം കൊടുക്കുക. പുല്ലുവാടും, പൂവ് ഉതിർന്നു പോവും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവനോ ഒരു നാളും നശിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് മക്കളുടെ അകത്ത് ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയാം, പലരും ഞാൻ ബ്ലെസ്സിംഗ് ടുഡേയിൽ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അപ്പനും അമ്മയും കൂടി ഇങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, മക്കളെവിടെ? അവർക്ക് പഠിക്കാനുണ്ട്, അവർക്ക് ട്യൂഷനുണ്ട്, അവർക്ക് ഭരതനാട്യമുണ്ട്, അവർക്ക് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, അവർക്ക് കരാട്ടയുണ്ട്. അത് പിള്ളേർ വേറെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോയേക്കോ, അവർക്ക് ഇന്ന് ടൂർണമെൻ്റുണ്ട്. പിള്ളേർക്ക് വീട്ടിലിരുന്നോളാമെന്നാണ് പറയണേ, പിള്ളേർക്ക് ടി വി കാണണമെന്ന് പറയണം, അവർ ആരാധനയ്ക്ക് വന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൽ പരൊരു കൊലച്ചതി വേറെ ഇല്ലെന്ന് ഞാൻ പറയും. മാതാപിതാക്കൾ ദൈവിക വഴികളിൽ മക്കളെ നടത്തുന്നില്ലെങ്കിൽ, ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഞാൻ അവരാരെയും നിർബന്ധിക്കാൻ, അവരായി വളർന്ന് അവരായിട്ട്
ദൈവത്തിൽ വിശ്വസിക്കുകയോ അവർക്ക് ആവശ്യമുള്ള മതം തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അല്ല കുഞ്ഞേ, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ആവർത്തന പുസ്തകമൊക്കെ വായിച്ചു നോക്കണം. ദൈവം ശക്തമായ കൽപ്പന യഹൂദർക്ക് കൊടുത്തു. അത് നമുക്കൊരു മാതൃകയാണ്. എന്താണ്? നിൻ്റെ മക്കളോടും മക്കളുടെ മക്കളോടും ഇതെല്ലാം വിവരിച്ച് കേൾപ്പിക്കണം. ഈ വചനം അവരെ പഠിപ്പിക്കണം. ഈ കൽപ്പനകൾ അവരെ പഠിപ്പിക്കണം. അത് പ്രമാണിക്കുവാൻ തക്കവണ്ണം ഭിത്തിയിലൊക്കെ ചുവരിലൊക്കെ എഴുതി വെക്കണം. കാരണം ഈ വചനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വേണം ഈ കുട്ടികൾ ഇത് വായിച്ച് വേണം വളരാൻ. ഭിത്തിയിലൊക്കെ എഴുതി വെക്കാൻ. ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലെസ്സിങ് ടുഡേ ടീം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ഉണ്ടായിരിക്കും. സാമ്പത്തിക വർഷം തീരുന്ന ദിവസങ്ങളാണ്. പലരും വലിയ പ്രഷറിലും ടെൻഷനിലുമാണ്. ചിലർക്കൊക്കെ ആണെങ്കിൽ വലിയ രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ. ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. ഇതേ ഹോളിൽ നടന്നിട്ടുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ഇതിനു മുമ്പ് കേട്ടുള്ള വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ദിസ് മേ ബി എ ഗോൾഡൻ ചാൻസ് ഫോർ യു. വരണം, കുടുംബമായിട്ട് വരണം, കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരണം. അറിയാവുന്ന എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫാമിലി സൺഡേ, എ വെരി സ്പെഷ്യൽ സൺഡേ. അതുകൊണ്ടാണ് ഫാമിലിയായിട്ട് വരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വരാൻ സാധ്യമല്ലെങ്കിൽ ഒറ്റക്കായാലും വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ തൊടും. ഒരുപക്ഷെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു വലിയ അത്ഭുതമായിരിക്കും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പ്ലീസ് ടു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കളെ വചനത്തിൽ വളർത്തുക. അതാണ് നമ്മൾ വായിച്ചത് 119 സങ്കീർത്തനം 9 വചനത്തിൽ. ഹൗ ക്യാൻ എ യങ് പേഴ്സൺ സ്റ്റേ ഓൺ ദ പാത്ത് ഓഫ് പ്യൂരിറ്റി? വിശുദ്ധിയുടെ വഴിയിൽ ഒരു ബാല്യക്കാരന് എങ്ങനെ നിൽക്കാൻ കഴിയും? ബൈ ലിവിങ് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. നിൻ്റെ വചനം കാക്കുകയാലത്രേ. അതിൻ്റെ വലിയൊരു പങ്ക് കുട്ടിക്കാലത്ത്, ബാല്യകാലത്ത് മാതാപിതാക്കൾക്കുണ്ടെന്ന് പറയാനാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത്. 101 സങ്കീർത്തനത്തിൻ്റെ 3 വചനത്തിൽ, ഐ വിൽ സെറ്റ് ബിഫോർ മൈ ഐസ് നോ വൈൽ തിങ്. ഒരു അശുദ്ധമായതും നികൃഷ്ടമായതും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ വയ്ക്കുകയില്ല. തിന്മായ ആയതൊന്നും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വയ്ക്കുകയില്ല. സോ ദ ക്വാളിറ്റി ഓഫ് വാട്ട് ഫിൽസ് അവർ മൈൻഡ്സ് ഷേപ്സ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ മനസ്സിൽ വന്ന് എന്താണോ നിറയുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ചിന്തകളെ നിറയ്ക്കുന്നു, എന്താണ് ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് രാവും പകലും ഇത് ധ്യാനിച്ചോ ജോഷുവ, എൻ്റെ വചനങ്ങൾ രാവും പകലും നീ ധ്യാനിച്ചോളാൻ പറയുന്നത്. ഒരു വാട്ടർ ടാങ്കിനകത്തേക്ക് ശുദ്ധജലം വന്ന് വീഴുകയാണെങ്കിൽ ആ ടാങ്ക് മൊത്തം ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. എന്നാൽ ആ വാട്ടർ ടാങ്കിനകത്തേക്ക് കണ്ടാമിനേറ്റഡ് വാട്ടർ, എന്തൊക്കെ മാലിന്യമുള്ള വെള്ളം വന്ന് നിറയുകയാണെങ്കിൽ അതിനകത്ത് ടാങ്ക് നല്ല വെള്ളമായിരുന്നു, ഇത് വീണപ്പോൾ എല്ലാം പോയി. എന്നതുപോലെ നമ്മുടെ ചിന്തകളുടെ ഇതൊരു തിങ്ക് ടാങ്ക് ആണല്ലോ. ഈ ചിന്തകൾ പ്യൂർ, അതാണ് ഫിലിപ്പ് ലേഖനം 4:8 ഒരു ലിസ്റ്റ്, 8 എണ്ണത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അല്ലാത്ത ചിന്തകൾ വരും. അതിനെ എങ്ങനെയാണ് how to harness your emotions, how to harness your thoughts, how to harness your feelings, നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, അതിനെക്കുറിച്ചൊരു സൺഡേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അതൊക്കെ യൂട്യൂബിലുണ്ട്. ദയവായി എൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് മീഡിയ ഇട്ട് കൊടുക്കുക. അത് കണ്ടിട്ടില്ലാത്തവർക്ക്, കേട്ടിട്ടില്ലാത്തവർക്ക് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റും. സോ വാട്ട് വി അലൗ ഇൻ ടു അവർ മൈൻഡ്സ് ഇൻഫ്ലുവൻസസ് അവർ ക്യാരക്ടർ. നമ്മുടെ മനസ്സിനകത്ത് എന്ത് നമ്മൾ അനുവദിക്കുമോ അതാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. 4, എക്സലൻസ് ഈസ് എ ഹാബിറ്റ് ഓഫ് ഡെയിലി പ്രാക്ടീസ്. ദിവസം തോറും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു ശീലമാണ് ഉത്കൃഷ്ടത. വല്ല കാലത്തുമല്ല, ദിവസവും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ശ്രേഷ്ഠമായത് മാത്രം, ഏറ്റവും ഗുണമേന്മയുള്ളത് മാത്രം എന്നൊരു പോളിസി നമുക്കുണ്ടാകണം.
അതായത് ഒരു വലിയൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത്, അങ്ങനെയല്ല. ദിവസം തോറും തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കണം. കൊലോസ് ലേഖനം 3:23 whatever you do work at it with all your heart. നിങ്ങൾ എന്ത് ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുവിൻ. 1 Corinthians 10:31 whatever you do it all for the glory of God. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. ചില ആളുകളൊക്കെ നമ്മളോട് ഒന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അത് ചെയ്യാമോ ഇത് ചെയ്യാമോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചില ആളുകൾ എന്നോട് ചോദിക്കും, സിഗരറ്റ് വലിക്കാമോ? ബൈബിളിലൂടെ എങ്ങും സിഗരറ്റ് വലിക്കരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ. ബീഡി വലിക്കരുത്, പുക വലിക്കരുതെന്ന് ബൈബിളിലെങ്ങും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വിൽ ദിസ് ഗ്ലോറിഫൈ ഗാഡ്? വിൽ ദിസ് ബെനിഫിറ്റ് ടു യുവർ ബോഡി? അങ്ങനെ ഒരു ക്വസ്റ്റനെയറുണ്ട്. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? ഇതെൻ്റെ ശരീരത്തിന് ഗുണം ചെയ്യുമോ? ഒരിക്കലും പുകവലി ശരീരത്തിന് ഗുണം ചെയ്യാറില്ല. അവരവർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടെ ഗുണം ചെയ്യാറില്ല. സദൃശവാക്യങ്ങൾ 22:29 സ്കിൽഡ് ആൻഡ് ഡിലിജൻറ്റ് പീപ്പിൾ സ്റ്റാൻഡ് ബിഫോർ കിങ്സ്. നൈപുണ്യമുള്ള നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ആളുകൾ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. കാരണം അവരുടെ ഉത്കൃഷ്ടത, ശ്രേഷ്ഠത രാജസന്നിധിയിലെത്തിക്കും. കാരണം രാജസന്നിധി, ഇപ്പോൾ ഉദാഹരണത്തിന് നന്നായി വയലിൻ വായിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി വയലിൻ വായിക്കുന്ന ഒരാളെ വേണമെന്ന് രാജാവ് പറയണം. ഉടൻ തന്നെ വയലിനിസ്റ്റുകളെ തേടി കുതിരപ്പുറത്ത് ഓടുകയാണ്, ഭടന്മാർ പോവുകയാണ്. അവരാരായിരിക്കും കൊണ്ടുവരുന്നത്? ആ രാജ്യത്തെ ഏറ്റവും ഉത്കൃഷ്ടമായി എക്സലൻ്റായി വായിക്കുന്നവരെയാണ്. ഇനി എങ്ങനെയാണ് ഈ ഉത്കൃഷ്ടത അല്ലെങ്കിൽ എക്സലൻസ് നമ്മൾ വളരുന്നത്? ഇറ്റ് ഈസ് ത്രൂ ഡിസിപ്ലിൻ ആൻഡ് ഫെയ്ത്ത്ഫുൾ എഫേർട്ട്. നമ്മളെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസിപ്ലിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അച്ചടക്കം, ശിക്ഷണം നടത്തുക, നമ്മളെ തന്നെ ശിക്ഷണപ്പെടുത്തി, അതായത് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത്. ഒത്തിരി പേര് ചുമ്മാ കളിച്ചും സൊറ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ ഇങ്ങനെയൊക്കെ പോയി ജീവിക്കുമ്പോൾ സമയം ഉണ്ടാക്കി കൃത്യമായി പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ അതിലേറ്റവും ശ്രേഷ്ഠമായി വളരാൻ കഴിയും. നമ്പർ 4, 4, എക്സലൻസ് ഓണേഴ്സ് ഗോഡ് ആൻഡ് ഇൻസ്പയർസ് അതേഴ്സ്. ഉത്കൃഷ്ടത ദൈവത്തെ മാനിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. വിശ്വാസികൾ ഏറ്റവും നല്ലത് മാത്രം നോക്കി ചെയ്യുന്ന, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ their lives become a testimony. അവരുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാണ്. എക്സലൻസ് റിഫ്ലക്ട്സ് റെസ്പെക്റ്റ് ഫോർ ഗോഡ് ആൻഡ് ലവ് ഫോർ പീപ്പിൾ. അതുപോലെ എക്സലൻസ് പ്രതിഫലിപ്പിക്കുന്നൊരു കാര്യങ്ങൾ ഒന്ന്, ദൈവത്തോടുള്ള ബഹുമാനം ആൻഡ് ലവ് ഫോർ പീപ്പിൾ, ജനങ്ങളോടുള്ള സ്നേഹം. ഇതൊക്കെ എക്സലൻസ്, ഉത്കൃഷ്ടത റിഫ്ലക്റ്റ് ചെയ്യും. മത്തായി 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. ദാനിയേൽ 6:3 ഡാനിയേൽ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഹിംസെൽഫ് ബൈ ഹിസ് എക്സെപ്ഷണൽ ക്വാളിറ്റീസ്. ദാനിയേലിൻ്റെ പ്രത്യേകത, അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നു. മലയാളം ബൈബിളിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇൻ അതർ വേർഡ്സ്, an excellent spirit was upon him. അവൻ്റെ മേൽ ഉത്കൃഷ്ടതയുടെ ആത്മാവുണ്ടായിരുന്നു. 1 Petrus 2:12 live such good lives among others that they may see your good deeds. മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു ജീവിതം ജീവിച്ച് കാണിക്കുക. അങ്ങനെ വരുമ്പോൾ they may see your good deeds, നിങ്ങളുടെ സൽപ്രവൃത്തികളെ അവർ വീക്ഷിക്കും. ഇനി നല്ല ചിന്തകൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്ത് എക്സലൻസിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അത് റിഫ്ലക്റ്റ് ചെയ്യാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ദൈവത്തിനാണ് മഹത്വം അവസാനം കിട്ടുന്നത്. കൈനീട്ടി പ്രാർത്ഥിച്ചാലോ? കർത്താവെ, എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം എക്സലൻസ് ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എക്സലൻസ് ഉണ്ടാകട്ടെ, എക്സലൻസ് ഉണ്ടാകട്ടെ, എക്സലൻസ് ഉണ്ടാകട്ടെ. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കിഡ്നി സ്റ്റോൺ
പോലെയുള്ള പ്രയാസങ്ങളുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ കല്ലുകൾ വെളിയിലേക്ക് പോട്ടെ. അതുപോലെ ഗോൾ ബ്ലാഡർ ഇതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പൊടിഞ്ഞു പുറത്തേക്ക് പോട്ടെ. താങ്ക് യു ജീസസ്. പൈൽസ് രോഗവും അതിനോടനുബന്ധിച്ചുള്ള ബ്ലീഡിങ്ങും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതൽ എല്ലാവരിലും കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. നിങ്ങളുടെ രോഗമോ പ്രയാസമോ മാനസിക ബുദ്ധിമുട്ടോ സാമ്പത്തികമോ അല്ലെങ്കിൽ ജോലിയിലുള്ളതോ പഠിക്കാനുള്ളതോ കുടുംബ പ്രശ്നങ്ങളോ എന്താണെങ്കിലും കർത്താവെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇവരെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകണം. ചെയ്യേണ്ടത് ഇത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്, പക്ഷേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. സീ ടുമോറോ. ബൈ.